പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ജീവിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയുടെ ലോകത്താണ്. ഞാനും നിങ്ങളുമൊക്കെ അറിഞ്ഞോ അറിയാതെയോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പല ഗുണങ്ങളും നേരിട്ട് തന്നെ അനുഭവിക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ ഉപയോഗം ദൂരവ്യാപകമായ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന വലിയ മുന്നറിയിപ്പ് നൽകുകയാണ് ഇതേ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന വിദഗ്ധർ. ഇപ്പോൾ തന്നെ നമ്മുടെ ഭൗതിക തലത്തിൽ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളിൽ എത്രത്തോളം ക്ഷതമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്, നമ്മുടെ ബുദ്ധിശക്തിയെ, ചിന്താശേഷിയെ എത്രത്തോളമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാർന്നു തിന്നുന്നത് എന്നതുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധിയായ വിവരങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലെ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് ഇതൊന്നുമായി ബന്ധപ്പെട്ടല്ല, മറിച്ച് ലോകക്രമത്തെ അതീവ ഗൗരവമായി ബാധിക്കാൻ സാധ്യതയുള്ള, കോടിക്കണക്കിന് ആളുകളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന, തൊഴിൽ രാഹിത്യത്തിലേക്ക് ജനങ്ങളെ തള്ളിവിടുന്ന ഒരു പശ്ചാത്തലം സൃഷ്ടിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ്. അതിന് അധിക താമസമൊന്നുമില്ല. ഏതാണ്ട് 10 വർഷത്തിനകം തന്നെ ലോകക്രമത്തിൽ ഇത് വലിയ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കും എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഈ നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദഗ്ധർ. അവിടെയാണ് എടുത്തു പറയേണ്ടത്, ഇത് പുറത്തുനിന്നുള്ള മേഖലയിലെ വിദഗ്ധർ അല്ല, മറിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് തന്നെ പ്രവർത്തിക്കുന്ന മേഖലയിലെ വിദഗ്ധർ ആണ് ഈ മുന്നറിയിപ്പ് നൽകുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദഗ്ധരും അതോടൊപ്പം തന്നെ സാമ്പത്തിക വിദഗ്ധരുമാണ് ഇത്തരത്തിൽ ലോക രാജ്യങ്ങൾക്കും ഒപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഉൾപ്പെടെ പലപ്പോഴും നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാണുന്ന ചില വീഡിയോകൾ ഉണ്ട്. ആ വീഡിയോകൾ നൽകുന്ന സന്ദേശമുണ്ട്. നമുക്ക് ആ സന്ദേശം എന്ത് എന്നതുകൂടി ഒന്ന് കാണാം. ആ സന്ദേശത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് വരുമ്പോഴാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എത്രത്തോളം ഗുരുതരമായ പ്രശ്നമാണ് സൃഷ്ടിക്കുന്നത് എന്നത് വ്യക്തമാകുന്നത്. അതായത് ഇപ്പോൾ ഈ സാമ്പത്തിക വിദഗ്ധരും സാങ്കേതിക വിദഗ്ധരും നൽകുന്ന സൂചനകൾ ഇപ്രകാരമാണ്. അതായത് ഇവർ ഒരു സംഘടിത സ്വഭാവത്തിൽ യോജിക്കുകയും അങ്ങനെ ഒരു തുറന്ന കത്ത്, അതായത് നമ്മൾ ഉണർന്നു പ്രവർത്തിക്കാൻ സമയമായി എന്ന തലക്കെട്ടോടുകൂടി ഒരു തുറന്ന കത്ത് തയ്യാറാക്കുകയും ഈ കത്ത് ലോക നേതാക്കളും കമ്പനി ഉടമകളും ലോകരാജ്യങ്ങളും ഗൗരവത്തോടെ കാണണം എന്ന് ആവശ്യപ്പെടുകയുമാണ് ചെയ്യുന്നത് എന്നതാണ്. ഈ കത്തിൽ ഒപ്പുവെച്ചിട്ടുള്ളവർ, അതായത് 16 നൊബേൽ പുരസ്കാര ജേതാക്കളും അതോടൊപ്പം തന്നെ 200 വിദഗ്ധരും ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇവിടെ ഓർക്കുക, ഏതെങ്കിലും സംഘടനകളുടെ സംവിധാനങ്ങളുടെ ഒന്നും തലപ്പത്തിരിക്കുന്നവർ അല്ല ഇവർ, മറിച്ച് ലോകം അറിയപ്പെടുന്ന, ലോകത്തെ AI കേന്ദ്രീകൃതമാകുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന 200 പേർ ആണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകുന്നത് എന്നതാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അതായത് സ്റ്റഫൻ സർവകലാശാലയിലെ ഡിജിറ്റൽ ഇക്കോണമി ലാബ് ആണ് ഇത്തരത്തിൽ ഒരു പ്ലാറ്റ്ഫോമിനെ രൂപപ്പെടുത്തിയെടുത്തിയത്. ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെയൊരു കത്ത് തയ്യാറാക്കിയത്. ആ കത്തിൽ ആണ് ഈ 16 നൊബേൽ പുരസ്കാര ജേതാക്കളും അതോടൊപ്പം തന്നെ 200 വിദഗ്ധരും ഒപ്പുവെച്ചിട്ടുള്ളത് എന്നതാണ്. ഇനി ഇതാ നമ്മൾ ഈ ഒപ്പുവെച്ചവരിലേക്ക് പോകുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം അറിയേണ്ടത്. യഥാർത്ഥത്തിൽ AI-യുടെ തലതൊട്ടപ്പന്മാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന 2 പേർ, അതിൽ ഒന്ന് യോഷ്വ ആണ്, അതോടൊപ്പം തന്നെ യാൻ ലുക്കൻ എന്നിവർ ആണ്. ഇവർ 2 പേരും ആണ് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തത് എന്നതാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകളെ വികസിപ്പിച്ച, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പ്രയോജനപ്പെടുത്തണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന, ഇതിൻ്റെ ഉപജ്ഞാതാക്കൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന 2 അംഗങ്ങൾ ഇതിന് മുൻകൈയെടുക്കുന്നു. ഒപ്പം ജെഫ് ഡീൻ, ഇതാ ശ്രദ്ധിക്കുക, ഇപ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ. ഗൂഗിളിൻ്റെ ഡീപ് മൈൻഡ് ചീഫ് സയൻറ്റിസ്റ്റാണ് ജെഫ് ഡീൻ. അതോടൊപ്പം തന്നെ ഓപ്പൺ AI-യുടെ ഫിനാൻസ് ചീഫാണ് സാറ ഫ്രയർ. ഈ 2 പേരും ഈ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് AI-യെ പ്രയോജനപ്പെടുത്തേണ്ട സമയം ആകുന്നതേ ഉള്ളൂ, AI കാലത്തിനനുസരിച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അവരുടെ മുന്നറിയിപ്പ്. അതോടൊപ്പം തന്നെ ജാക്ക് ക്ലർക്ക് ആന്ത്രോപിക് സഹസ്ഥാപകൻ ആണ്. എറിക് ഷമിറ്റ് എന്നത് ഗൂഗിളിൻ്റെ മുൻ CEO ആണ്. ഇതോടൊപ്പം തന്നെ മറ്റു ചില ആളുകൾ കൂടിയുണ്ട്. ലിങ്ക്ഡിനിൻ്റെ സഹസ്ഥാപകൻ ആയിട്ടുള്ള റീഡ് ഹോഫ്മാൻ, വിനോദ് ഖോസ്ലെ, അദ്ദേഹം ലോകത്തെ ഏറ്റവും അധികം നിക്ഷേപം നടത്തുന്ന പ്രമുഖ നിക്ഷേപകൻ ആണ്.
നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നൊബേൽ പുരസ്കാര ജേതാക്കൾ, അതിൽ തന്നെ മൈക്ക് സ്പെൻസ്, ഡാരൻ അച്മോ ഉൾപ്പെടെ ഉള്ള പ്രമുഖരായ ആളുകൾ ആണ് ഈ പ്ലാറ്റ്ഫോമിൽ ഉള്ളത് എന്നതാണ്. ഇനി എന്താണ് അവർ നൽകുന്ന മുന്നറിയിപ്പ്? നമുക്കറിയാം, ഈ മനുഷ്യന്റെ ഉൽപ്പത്തിയും അതിനുശേഷമുള്ള മനുഷ്യന്റെ വികാസവും ഒക്കെ പരിശോധിച്ചാൽ ചക്രങ്ങളുടെ കണ്ടുപിടുത്തത്തിൽ ആരംഭിച്ചതാണ് നമ്മുടെ ഒരു വികസന യാത്രയുടെ കുതിപ്പ്. അതിനുശേഷം പല ഘട്ടങ്ങളിലായി കാർഷിക വിപ്ലവത്തിന് ലോകം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ആവശ്യത്തിനുള്ള ആഹാരം കണ്ടെത്തിയത്, പിന്നീട് വസ്ത്രം കണ്ടെത്തുന്നത്. അതിനുശേഷം വ്യവസായ വിപ്ലവത്തിലേക്കാണ് ലോകം പോയത്. ലോകമാസകലം ഒരുപാട് വ്യവസായങ്ങൾ ഉണ്ടായി. അങ്ങനെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭ്യമാക്കി. അതിനുശേഷം നമ്മൾ കണ്ടത് സാങ്കേതിക രംഗത്തെ ഒരു വികസനമാണ്. IT വിപ്ലവം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. നമ്മൾ ചെയ്യാൻ അല്ലെങ്കിൽ മനുഷ്യന് സാധ്യമാകാത്ത വലിയ കായിക ശേഷിയുള്ള പ്രവൃത്തികൾ ഇപ്പോൾ തന്നെ നമുക്കറിയാം. അത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള നിർമ്മാണ പ്രവൃത്തികൾക്ക് നമ്മൾ വലിയ തോതിലുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ആ ഉപകരണങ്ങൾ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് പലപ്പോഴും ഈ കമ്പ്യൂട്ടറുകളുടെയൊക്കെ സഹായത്തോടെയാണ്. അങ്ങനെ കാലങ്ങളായി ഓരോ വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ വ്യവസായ വിപ്ലവത്തെക്കാൾ വലിയ മാറ്റം, ഇതുവരെയുള്ള കണക്കുകൾ അനുസരിച്ച് ലോകത്ത് ഏറ്റവും വലിയ മാറ്റം സൃഷ്ടിച്ചത് വ്യവസായ വിപ്ലവം ആണ്. എങ്കിൽ അതിനേക്കാൾ വലിയ മാറ്റമായിരിക്കും AI വരുത്താൻ പോകുന്നത് എന്നതാണ് ഇവരുടെ മുന്നറിയിപ്പ്. മാത്രമല്ല, വ്യവസായ വിപ്ലവം കാലങ്ങൾ കൊണ്ടാണ് മനുഷ്യ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് എങ്കിൽ AI വിപ്ലവം കേവലം 10 വർഷം കൊണ്ട് ഭൂമുഖത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും എന്നതാണ്. അതായത് ഒരു സാധാരണ ജീവിതക്രമത്തിൽ നിന്ന് നമ്മൾ മറ്റൊരു ജീവിതക്രമത്തിലേക്ക് മാറുന്നതിന് ഒരു നിശ്ചിത സമയമുണ്ട് എങ്കിൽ ആ സമയത്തിനുള്ള താമസം ഉണ്ടാകില്ല AIക്ക്. അതായത് ഒരു പക്ഷേ മനുഷ്യനേക്കാൾ വേഗത്തിൽ AI മുന്നോട്ട് പോയേക്കാം എന്ന ഒരാശങ്കയാണ് അവർ പങ്കുവെക്കുന്നത്. മറ്റൊന്ന്, കോടിക്കണക്കിന് പേർക്ക് തൊഴിൽ നഷ്ടമാകും. സാധാരണ നമുക്കറിയാം, ഈ കമ്പ്യൂട്ടർ വന്നപ്പോഴും ടില്ലറുകളും ട്രാക്ടറുകളും കമ്പ്യൂട്ടറും ഒക്കെ വന്നപ്പോഴും വലിയ പ്രതിഷേധങ്ങളൊക്കെ ആ മേഖലയിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ ആ മേഖലയുടെ വളർച്ചയ്ക്ക് സഹായകരമാവുകയും ആ ഭാഗങ്ങളിൽ തൊഴിലവസരങ്ങൾ കൂടുതൽ സൃഷ്ടിക്കുകയുമാണ് ചെയ്തത്. എന്നാൽ അതിൻ്റെ റിവേഴ്സ് ഫോർമാറ്റ് ആയിരിക്കും AI എന്നാണ് പറയുന്നത്. ആയിരക്കണക്കിന് ആളുകളുടെ ചിന്താശേഷി, അവരുടെ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ലാതെ വരുന്നു എന്നുള്ളതാണ്. സാധാരണ ഒരു തൊഴിൽ ഇടത്ത് കൂടുതൽ അനുഭവ സമ്പത്തുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ലഭിക്കുന്ന ഇടം നഷ്ടമാകും. ആ എക്സ്പീരിയൻസിന് പ്രസക്തിയില്ലാതെയാകുന്നു. അതിനപ്പുറത്ത് AIയെ സംബന്ധിച്ചിടത്തോളം ഒരു AI ടെക്നോളജി കണ്ടെത്തിയാൽ ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ജോലി ചെയ്യുന്നതും 10 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ജോലി ചെയ്യുന്നതും 40 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ജോലി ചെയ്യുന്നതും ഒരേ ഫോർമാറ്റിലേക്ക് എത്തിക്കാൻ AIക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് കോടിക്കണക്കിന് ആളുകളുടെ തൊഴിൽ നഷ്ടമാകുന്നു. ആ പ്രതിഫലനമാണ് പ്രിയ പ്രേക്ഷകരെ നേരത്തെ കോറോ ഹെൽത്തിൽ അടക്കം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് AIയെ വിപണിക്ക് വിട്ടുകൊടുക്കരുത് എന്നതാണ്. അതായത് AI സാങ്കേതിക സംവിധാനത്തെ വാണിജ്യ താല്പര്യങ്ങൾക്ക് വേണ്ടി, വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വിട്ടുകൊടുക്കരുത്. അങ്ങനെ വിട്ടുകൊടുത്താൽ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ തൊഴിൽ നഷ്ടമാവുകയും അങ്ങനെ കോടിക്കണക്കിന് ആളുകൾ ചെറുപ്പകാലത്തിൽ തന്നെ തൊഴിൽ രഹിതരാവുകയും ചെയ്യും. അവർക്ക് മറ്റു തൊഴിൽ കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യം ആണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ AI ഒരു കാരണവശാലും വിപണിക്ക് ഇപ്പോൾ വിട്ടുകൊടുക്കരുത്. അതിനപ്പുറത്ത് ജനങ്ങൾക്ക് ഗുണകരമാകുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ നമുക്കറിയാം ചില സർജറികളൊക്കെ AI സംവിധാനത്തോടു കൂടി നടപ്പിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഒരു ഡോക്ടറിന് ഇംഗ്ലണ്ടിൽ ഒരു സർജറി നടത്താൻ സാധിക്കും. ഇംഗ്ലണ്ടിലുള്ള ഒരു വിദഗ്ധന് ഇന്ത്യയിൽ സർജറി നടത്താൻ സാധിക്കും. അതൊക്കെ അനിവാര്യതയാണ്. അതെല്ലാം മനുഷ്യർക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ AIയെ പ്രയോജനപ്പെടുത്താവൂ. അതിനപ്പുറത്ത് തൊഴിൽ സാധ്യതകളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് AIയുടെ സേവനങ്ങൾ ഒരു കാരണവശാലും ഈ ഘട്ടത്തിൽ പ്രയോഗിക്കരുത് എന്നാണ് ഇവർ നൽകുന്ന മുന്നറിയിപ്പ്. അതോടൊപ്പം തന്നെ AI വലിയ തോതിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ അതുണ്ട്. ഒരുപക്ഷെ മനുഷ്യ മസ്തിഷ്കം പോലെ അവ പ്രവർത്തിക്കും എങ്കിൽ പോലും എപ്പോൾ വേണമെങ്കിലും അതൊരു യന്ത്ര സംവിധാനമാണ് എന്നതുകൊണ്ട് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ AIയുമായി ബന്ധപ്പെട്ട് ആഗോളതലത്തിൽ ഒരു സുരക്ഷാ സംവിധാനം ഉണ്ടാക്കണം, അതിനൊരു പ്ലാറ്റ്ഫോം രൂപപ്പെട്ടു വരണം എന്ന് ഇവർ മുന്നറിയിപ്പ് നൽകുകയാണ്. ഒപ്പം AIയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ലോകവ്യാപകമായി ഒരു നയം രൂപപ്പെടുത്തണം എന്നുകൂടിയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ആ നയത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഒരുപക്ഷെ ലോക വിപണി, ലോക മാർക്കറ്റിനെ തന്നെ പരിശോധിച്ചാൽ
ഇന്ത്യൻ മാർക്കറ്റുകൾക്ക് ഓഹരി വിപണിയിൽ ഇടിവുണ്ടായത് കൊറിയൻ മാർക്കറ്റും തായ്വാൻ മാർക്കറ്റുമൊക്കെ വലിയ കുതിപ്പ് നടത്തി. അതിന് കാരണം AI അധിഷ്ഠിതമാകുന്ന ബിസിനസ്സുകൾക്ക്, പരീക്ഷണങ്ങൾക്ക് ഈ രണ്ട് രാജ്യങ്ങളിലും വലിയ പ്രാധാന്യം ലഭിക്കുന്നു എന്നതുകൊണ്ടാണ്. അത്തരം രാജ്യങ്ങളെ അടക്കം ഒരു പരിധിവരെ അതിൽ നിന്ന് തടയുക, ആ നയത്തോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങൾ, നമുക്കറിയാം ഈ അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഒക്കെ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഒരു ബന്ധം സ്ഥാപിക്കാൻ ഈ AI നയത്തിലൂടെ എല്ലാ രാജ്യങ്ങൾക്കും സാധിക്കണം. ഏതെങ്കിലും ഒരു രാജ്യം അമിതമായി AIയെ പ്രയോജനപ്പെടുത്തുകയോ അതിനെ വിറ്റഴിക്കുകയോ അതിലൂടെ നേട്ടം കൊയ്യുകയോ ചെയ്യുന്നത് തടയണം. അതെല്ലാം ലോകത്ത് വലിയ വിപത്താണ് വിളിച്ചു വരുത്തുക എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ AI ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, AI രംഗത്ത് തന്നെ സാങ്കേതിക വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നത്. ഒരുപക്ഷെ ലോകരാജ്യങ്ങൾ വരും ദിവസങ്ങളിൽ ഈ നിർദ്ദേശത്തിന് എത്രത്തോളം പ്രാധാന്യം നൽകും എന്നത് നമുക്ക് കണ്ടറിയണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.